കുളിച്ചില്ലല്ലേ? ഇല്ല. 5-6 സോപ്പ് എടുത്തോണ്ട് കുളിക്കണം. ഈ സോപ്പ് കൊണ്ട് കുളിച്ചിട്ട് മുടിക്കായിട്ട് നാളെ വരണം. അതാ അടുക്കി വെക്ക്. റെഡി 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 റെഡി. എങ്ങനെ ശങ്കര, ജോലിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. യവന് വന്ന് കണ്ട ഉടനെ ഇഷ്ടപ്പെട്ടു. അത് തന്നെയാണ് ശ്രമിക്കുന്നത്. ഇതാ ഇവിടെ ഉണ്ട്. കുഞ്ഞെ, എന്റെ പേര് സിന്ധു എന്നാണ്. എന്നാലും എന്റെ ബോസ് അല്ലേ? എനിക്ക് ഈ ഫോർമാലിറ്റീസ് ഒന്നും ഇഷ്ടമല്ല. അച്ഛനില്ലേ? പുറത്തുപോയി. ഇതാ വേണ്ട പ്ലീസ്. നിങ്ങളുടെ ഫ്രണ്ടിനെ ഡാഡി ഫാക്ടറിയിലേക്ക് അയച്ചു. നിങ്ങൾക്കും ഇന്നവിടെ നൈറ്റ് വാച്ചറുടെ ഡ്യൂട്ടിയാണ്. ഫാക്ടറിയിലേക്ക് പൊയ്ക്കോളാൻ ഡാഡി പറഞ്ഞു. എക്സ്ക്യൂസ് മീ, നൈറ്റ് വാച്ചറുടെ ഡ്യൂട്ടിയാണ്, ഉറങ്ങരുതെന്ന് ഡാഡി പ്രത്യേകം പറഞ്ഞു. ഹലോ, ഭാസ്കർ നായർ ഹിയർ. ഹലോ ടി പി. അതെ, ടി പി തന്നെ. ഈ പാലാക്കുന്നത് ആരാ? ടി പി ഇത്ര വേഗം ഞങ്ങളെ മറന്നോ? ഞങ്ങള് രാജുവും ശങ്കറും. അല്ല, ടി പി ഉറങ്ങായിരുന്നോ? പിന്നെ ഞാൻ ഈ പാതിരാത്രി എന്ത് ചെയ്യാനാ? അല്ല, ഒന്നും ചെയ്യാ, ഉറങ്ങാതിരിക്കാനെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം വിളിച്ചതാ. ഇത്രയും നല്ല ജോലിക്കാരെ ടി പിക്ക് എവിടുന്ന് കിട്ടും? നിങ്ങളെ കൊണ്ട് വലിയ ശല്യമായല്ലോടാ. നിങ്ങൾ എവിടുന്നാ ഫോൺ ചെയ്യുന്നത്? നമ്മുടെ ഓഫീസിനകത്തുനിന്ന്. ആഫീസിനകത്തുന്നോ? ആഫീസിനകത്ത് എങ്ങനെ കയറി? അത് വളരെ ഈസി അല്ലേ. ഒരു തട്ട്, 2 മുട്ട്, ജനാല പൊളിഞ്ഞ് കയ്യിൽ, ഞങ്ങളകത്ത്. എന്ത്? ജനാല പൊളിച്ചോ? അതെ, പൊളിച്ചു. പൊളിച്ച് അടുത്ത് വെച്ചിട്ടുണ്ട്. പൊളിച്ചതിനൊരു നന്ദി പോലും പറയുന്നില്ലല്ലോ മുതലാളി. എടാ, ഇക്കണക്കിന് നിങ്ങൾ എന്റെ ഫാക്ടറി പൊളിക്കുമല്ലോടാ. മുതലാളി പറഞ്ഞ ഇപ്പൊ തന്നെ ഫാക്ടറി പൊളിച്ചടിക്കാം. വേണ്ട വേണ്ട, അപകടം ഒന്നും കാണിക്കരുത്. നിങ്ങൾ അവിടുത്തെ വാച്ച്മാന്റെ ജോലി മാത്രം ചെയ്താൽ മതി. രാത്രി ഉറങ്ങരുത്. ശരി, ഓക്കെ. മിണ്ടാതിരിടാ അവിടെ. മിണ്ടാതിരിടാ ഫോണെ. എടാ പുല്ല് ഫോണേ, നീ എന്റെ കാശ് മാറ്റോണ്ട് എന്റെ ബെഡ്റൂമിൽ കയറി ഇരുന്നോണ്ട് അവന്മാർക്ക് വേണ്ടി പണിയെടുക്കുകയാണ് അല്ലേ? നിനക്കും തുടങ്ങിയ രാഷ്ട്രീയക്കാരെ പോലെ ഈ കാല് മാറ്റം. മുതലാളി, മുതലാളി. അമ്മയുടെ മുതലാളി റാസ്കൽ. ഹലോ, ഹലോ. ഇപ്പം ബെല്ല് പോലും അടിക്കുന്നില്ലടാ. സാരമില്ല, നീ ഫോൺ വെക്കടാ. വച്ചു. നമ്മൾ ഉറങ്ങിയിട്ടില്ലെന്ന് ടി പിയെ ബോധ്യപ്പെടുത്തിയാൽ മതിയല്ലോ. അതിനും വഴിയുണ്ട്.
മുതലാളി 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 ഇവരൊക്കെ ഉറക്കമാണോ അതോ മരിച്ചോ? ചീപ്പി അല്ലേ ആള്, അയാൾ മരിച്ചാലും നമ്മളെ കണ്ട എഴുന്നേറ്റ് വരും. ആ വാ. തലയ്ക്കകത്ത് വല്ലോണ്ടടാ? വീട് പൂട്ടിയിരിക്കുകയാണ്, നമ്മൾ എങ്ങനെ അകത്ത് കയറും? നമ്മുടെ പഴയ പണി എന്തോന്ന്? ഭവനവേദനം. അത് കൊള്ളാം. എന്റെ കള്ളത്തകുൽ ഭഗവതി. അതാണ് രാജ്യം. മിണ്ടിപ്പോരുത്, കൊന്നുകളഞ്ഞ. കരയരുത്. ഇല്ല. ഈ അസമയത്ത് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അത് ഞങ്ങൾക്ക് ഫാക്ടറിയിൽ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നില്ലേ, ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലെന്ന് മുതലാളിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ വന്ന് എന്റെ കൂട്ടുകാരനെ രക്ഷിക്കണം. കള്ളനാണെന്നും പറഞ്ഞ് നിങ്ങളുടെ ആൾക്കാർ അവനെ താഴേട്ട് ഓടിക്കുകയാണ്. ഒരു ഇടി കൊള്ളാനുള്ള ശേഷി പോലും അവനില്ല. അവര് ചീശുവാണ്. അളിയാ, പൊന്നളിയാ, ഇവനെ താഴെയിടണം. ഞാൻ ഇവനെ വെട്ടിക്കീറട്ടെ. ഞാൻ വിറകോ മറ്റോ ആണോ വെട്ടിക്കീറാൻ? താഴെ ഇടല്ലേ തീ. ഇടണമല്ലാതെ താഴെ ഞാനിവന് മീൻ അരിയുന്ന പോലെ അരിയട്ടെ. അയ്യോ, ഈ ബദലാളി അതും ചെയ്യും, അതിനപ്പുറം ചെയ്യും. നീയും കൂടെ ഉണ്ടില്ലേടാ? അതെ. മോളെ, ഇവൻ നിന്റെ മുറിയിൽ കയറി ആഭരണങ്ങൾ വല്ലതും മോഷിച്ചോ? ഛേ, വേറെ വല്ലതും പറ മുതലാളി. ആർക്ക് വേണം നിങ്ങളുടെ പന്ന ആഭരണം? ഡാഡി, ഇവര് മോഷ്ടിക്കാൻ വന്നതല്ല. ഫാക്ടറിയിലെ നൈറ്റ് ഡ്യൂട്ടിക്കിടയിൽ ഉറങ്ങിയില്ലെന്ന് ഡാഡിയെ കണ്ട് പറയാൻ വന്നതാണ്. ഓ സോറി, ഈ ഓട്ടത്തിന്റെയും ബഹളത്തിന്റെ ഇടയ്ക്ക് ടീപ്പിയുടെ പറയാൻ മറന്നു. എന്നാ നേരത്തെ പറഞ്ഞ് തുറച്ചുകൂടായിരുന്നോ? കുറുക്കന്മാരെ, ഫാക്ടറിയുടെ ജനൽ പൊളിച്ചു. അതവിടെ ഭദ്രമായി വെച്ചിട്ടുണ്ട്. രാവിലെ പോയി ഫിറ്റ് ചെയ്യാം. പാലിൽ വെള്ളം ചേർത്തവനെ ശിക്ഷിച്ചു. അവനെ എന്തിനാണ് ശിക്ഷിക്കുന്നത്? പാല് വെള്ളം അല്ലാതെ പിന്നെ തേൻ ചേർക്കാൻ പറ്റുമോ? ചേടാ, ഈ നാട്ടിൽ ഒന്നും ചെയ്ത് ജീവിക്കാൻ വയ്യുന്നായല്ലോ. ആവശ്യമുണ്ട്. സമർത്ഥനായ ഒരു ഡ്രൈവറെ ആവശ്യമുണ്ട്. പൊതുജനത്തിന്റെ നെഞ്ചത്തൂടി കാർ ഓടിച്ച് കയറ്റി കൊല്ലുന്ന വല്ല മന്ത്രിമാരുടെയും ഡ്രൈവർമാരെ ആയിരിക്കും ആവശ്യം. ഇവർക്ക് ആളെ കൊല്ലാത്ത ഡ്രൈവറെ ആവശ്യം. ഇറങ്ങേണ്ടതാണ്. കാറിന്റെ മുകളിലൂടെ കയറിയിരിക്കുന്നത്. അയ്യോ അണ്ണാ, ചൂടാകാണ്. അണ്ണന് പറ്റിയ ഒരു കോള് വന്നിട്ടുണ്ട്. എന്ത് കോള്? ആവശ്യമുണ്ട്. 25 വർഷം അംബാസഡർ കാർ ഓട്ടിച്ച് പരിചയമുള്ളതും രവി എന്ന് പേരുമുള്ള ഡ്രൈവറെ ആവശ്യമുണ്ട്. ശമ്പളവും കിമ്പളവും ഡ്രൈവറുടെ ഇഷ്ടാനുസരണം നിശ്ചയിക്കാം. ഇഷ്ടമുള്ളപ്പോ ജോലി ചെയ്താൽ മതി. ഉടനെ അപേക്ഷിക്കാം. ഇതെന്ത് പരസ്യം വേടാ? ഇങ്ങനെയും പരസ്യമുണ്ടോ? അണ്ണാ, അണ്ണ ഈ ജോലിക്ക് അപേക്ഷിക്കണ്ട, അണ്ണൻ പോവുകയും വേണ്ട. നീ പോറാ.
എനിക്കൊരു നല്ല കാലം വരുന്നത് എന്റെ അടുത്ത് സഹിക്കുന്നില്ല. ആ പേപ്പർ കൊണ്ടോ, ഇന്ന് തന്നെ ഞാൻ ഈ ജോലിക്ക് അപേക്ഷിക്കും. ഓ എന്റെ ഭഗവാനെ, എന്റെ കഷ്ടകാലം ഇന്നത്തോടുകൂടി അവസാനിക്കണേ. ഈ